ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു സമയം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത, ദൈവവചനത്തിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്ന, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് തന്നിട്ട് പോയ ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. യേശുവിന്റെ പല പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്നുള്ളത്. ആ കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ആ പരിശുദ്ധാത്മാഭിഷേകം നമ്മളിൽ വരേണ്ടതിന് അതിന്റെ പൂർത്തീകരണമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്ന ഒരു സംഘത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ആ 120 പേർമേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നതായിട്ട് നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ അവരുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് വന്നു കഴിഞ്ഞപ്പോൾ അവരിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയും ആ വചനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ എൻ്റെ ചിന്തയിൽ പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന 3 മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ആളുമാറിയവനാകുന്നു എന്നുള്ളതാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അതിലിങ്ങനെ കാണുന്നു, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആളുമാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും എന്ന്. ഇസ്രായേൽ മക്കൾ അവർക്ക് തങ്ങളെ നയിക്കുവാൻ ഒരു രാജാവിനെ വേണമെന്ന് ശമൂവേലിനോട് പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്ത ആളെ ശമൂവേൽ അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശമൂവേൽ തൈലപാത്രം എടുത്ത് ശൗലിനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം അവന് അടയാളം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണുവാൻ സാധിക്കുന്നത്. നീ പരിശുദ്ധാത്മാഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്കുണ്ടാകുന്ന മാറ്റമാണ്, ശൗലിനുണ്ടാകുന്ന മാറ്റമാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ മാറ്റമായിട്ട് നീ ആളുമാറിയവനാകുമെന്ന് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുകയുണ്ടായി. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ കർത്താവിന്റെ അഭിഷേകം ശൗലിന്റെ മേൽ പകർന്നു കഴിഞ്ഞപ്പോൾ ശൗൽ വേറൊരാളായി തീർന്ന് ആളുമാറിയ ഒരു സ്വഭാവം ഉണ്ടായി പ്രവാചക ഗണത്തിന്റെ കൂടെ പ്രവചിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോഴുള്ള മാറ്റമാണ് ആളുമാറിയ സ്വഭാവം എന്നുള്ളത്. ഈ ആളുമാറിയ സ്വഭാവം നാമും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ശരിയായ രീതിയിൽ നാം പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകുവാനിടയായിത്തീരും. രണ്ടാമത്തെ മാറ്റം എന്നുള്ളത് പുതിയൊരു ഹൃദയം കൊടുത്തു എന്നുള്ളതാണ്. അത് 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ശമൂവേൽ ഈ അടയാളങ്ങളെല്ലാം ശൗലിന് കൊടുത്തതാണ്. നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്കുണ്ടാകുന്ന മാറ്റം എന്തെന്ന് ഉള്ളതാണ് ഈ ഭാഗത്തിലൊക്കെ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ഒന്നാമത്തെ മാറ്റമായിരുന്നു നാം ആദ്യം കണ്ടത്, ആളുമാറിയവനായിത്തീരുമെന്നുള്ളത്. രണ്ടാമത്തെ മാറ്റമാണ് നിനക്ക് പുതിയൊരു ഹൃദയം ദൈവം തരുമെന്നുള്ളത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കല്ലായുള്ള ഹൃദയങ്ങളെല്ലാം മാറി നമുക്ക് മാംസമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തരുമെന്ന് എസെക്കിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. വചനത്താൽ നമുക്കറിയാൻ കഴിയും, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ മാറ്റമാണ് പുതിയൊരു ഹൃദയം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത്. മൂന്നാമത്തെ മാറ്റമാണ് വേറൊരു സ്വഭാവം ഉണ്ടായിത്തീരും എന്നുള്ളത്. ആ വേറൊരു സ്വഭാവത്തെ പറ്റി നമുക്കറിയാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദാസനായ കാലേബു അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സ്വന്തതി അത് കൈവശമാക്കും. ഈ ഭാഗം നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വേർതിരിച്ച് കനാൻ ദേശത്തേക്ക് എത്തിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ചതാണ്. എന്നാൽ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിലാകെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ആ 2 വ്യക്തികൾ മാത്രമാണ്
ഒന്ന് നൂൻ്റെ മകനായ യോശുവായും മറ്റൊന്ന് കാലേബും. അപ്പോൾ കാലേബിനെ പറ്റിയാണ് കർത്താവായ ദൈവം സാക്ഷ്യം പറഞ്ഞത് ഇവിടെ. എൻ്റെ ദാസനായ കാലേബു അവന് വേറൊരു സ്വഭാവമുള്ളവനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ടായിത്തീരുവാൻ ഇടയായി തീർന്നത്. ഈ 3 സ്വഭാവങ്ങൾ, ഈ 3 മാറ്റങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമുക്കും ഉണ്ടാകേണ്ട 3 മാറ്റങ്ങളാണ്. നാം ശരിയായ രീതിയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ 3 മാറ്റങ്ങളും ഈ 3 സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും. നാം ആള് മാറിയവനെ പോലെ ആകും. മറ്റൊരു ആൾ നമ്മെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു തേജസ് നമ്മുടെ മുഖത്ത് കാണുവാനിടയായിത്തീരും. അങ്ങനെയാണ് നാം വേറൊരു സ്വഭാവമുള്ളവരായി, നാം വേറൊരു വ്യക്തിയാണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മറ്റൊരാൾ തിരിച്ചറിയുവാനിടയായിത്തീരുന്നത്. ദൈവമക്കളായ നാം ഓരോരുത്തരും ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കണം. നാം ഓരോരുത്തരും നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യണം. ഈ മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്താൽ മാത്രമേ കർത്താവിൻ്റെ വരവിലും നമുക്ക് കാണുവാൻ ഇടയായിത്തീരത്തുള്ളൂ. അങ്ങനെ ശോധന ചെയ്താൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിൽ വിജയിയായി തീരുവാനിടയായിത്തീരും. അതിനായി ദൈവം നമ്മളെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സുരക്ഷപിതാവേ, നിങ്ങളുടെ സമയം മംഗളസനയിലായിരിക്കാൻ ദൈവമേ ഒരുക്കി തന്ന ഭാഗ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അല്പസമയം കർത്താവേ ഞങ്ങളുടെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. അങ്ങയുടെ വചനം കേട്ട എല്ലാ ദൈവമക്കളെ ഞങ്ങൾ സ്നേഹി സമർപ്പിക്കാൻ, എല്ലാ വ്യക്തികളെ ഞങ്ങൾ സ്നേഹി സമർപ്പിക്കുകയാണപ്പാ കർത്താവേ. അങ്ങയുടെ വചനത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവേ വരുന്ന 3 മാറ്റങ്ങളെ പറ്റി ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ ഈ 3 മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങളുടെ നിറയുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു സ്വഭാവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായ പുതിയൊരു ഹൃദയം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആളുമാറിയവരെ പോലെ ആയിത്തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുവാൻ അങ്ങ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇങ്ങനെ ഒരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാജ്യവിഷയങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിപ്പിക്കായ സ്തോത്രം സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ വ്യക്തികൾക്കും, എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.